ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് താരങ്ങളെ ഒഴിവാക്കിയിരുന്നു. ആകെ 7 താരങ്ങളായിരുന്നു ക്ലബിനോട് വിട പറഞ്ഞിരുന്നത്. അതിൽപ്പെട്ട ഒരു താരമാണ് ബ്രൈസ് മിറാണ്ട. ഐ ലീഗ് ക്ലബ്ബായ ഇന്റർ കാശിയിലേക്കായിരുന്നു അദ്ദേഹം പോയിരുന്നത്. അവിടെ മികച്ച പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. തുടർച്ചയായ രണ്ടാമത്തെ മത്സരത്തിലും ഗോളടിക്കാൻ ഇപ്പോൾ ബ്രൈസ് മിറാണ്ടയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇന്നലെ ഗോകുലത്തിനെതിരെ ഇന്റർ കാശി ഒരു മത്സരം കളിച്ചിരുന്നു. ആ മത്സരത്തിൽ ഇന്റർ കാശിക്ക് വേണ്ടി ബ്രൈസ് ഗോൾ നേടിയിട്ടുണ്ട്. പക്ഷേ മത്സരത്തിൽ വലിയ ഒരു തോൽവിയാണ് ഇന്റർ കാശിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. 2-നെതിരെ 6 ഗോളുകൾക്കായിരുന്നു ഗോകുലം കേരള ഈ മത്സരത്തിൽ വിജയിച്ചിരുന്നത്. ഏതായാലും ബ്രൈസ് മിറാണ്ട തനിക്ക് കിട്ടിയ അവസരം അവിടെ മുതലെടുക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതിനിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതായത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC-യുടെ ആരാധകർ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒരു പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ നോർത്ത് ഈസ്റ്റും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള മത്സരം ഗോൾ രഹിത സമനിലയിലായിരുന്നു കലാശിച്ചിരുന്നത്. ആ മത്സരത്തിൽ ഡുഷാൻ ലഗാത്തോർ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അരങ്ങേറ്റം കുറിച്ചിരുന്നു. കേവലം 10-12 മിനിറ്റ് മാത്രമായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അവിടെ ഒരു സസ്പെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഹംഗേറിയൻ ഫുട്ബോൾ ഫെഡറേഷൻ പിന്നീടാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനുമായി കോൺടാക്ട് ചെയ്തത്. തുടർന്ന് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് ആ ഒരു സസ്പെൻഷൻ ബാധകമാവുകയും പുറത്തിരിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ നോർത്ത് ഈസ്റ്റിനെതിരെയുള്ള ആ മത്സരത്തിലായിരുന്നു അദ്ദേഹം പുറത്തിരിക്കേണ്ടി വന്നിരുന്നത്. ആ മത്സരത്തിൽ അദ്ദേഹം കളിച്ചതിനെതിരെയാണ് ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ആരാധകർ പ്രതിഷേധം നടത്തിയിട്ടുള്ളത്. ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചില ആരാധകർ പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് ഈ ഒരു ഫുട്ബോൾ റൂൾസ് കംപ്ലീറ്റ്ലി വയലേറ്റ് ചെയ്തു എന്നാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ആരാധകർ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് 3 പോയിന്റ് നൽകണമെന്നാണ് നോർത്ത് ഈസ്റ്റിന്റെ ഒരു കൂട്ടം ആരാധകർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലഗാത്തോറിനെ കളിപ്പിച്ചത് തീർത്തും നിയമവിരുദ്ധമാണെന്നും അതുകൊണ്ട് തന്നെ ആ ഒരു സമനില ക്യാൻസൽ ചെയ്തുകൊണ്ട് തങ്ങൾ വിജയിച്ചതായിക്കൊണ്ട് പ്രഖ്യാപിക്കണം എന്നൊക്കെയാണ് നോർത്ത് ഈസ്റ്റിന്റെ ആരാധകർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരുമായി വീണ്ടും കാണാം.